അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ്. സോ ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മെഹന്തി ഇടാനായിട്ട് വന്നിട്ടുണ്ട് ഒരു കുട്ടി. അപ്പം ആൾ മെഹന്തി ഇടാനായിട്ട് ഒരു 9:30 തോന്നി. ഞാൻ കുറച്ച് ഡിലേ ആയി. അങ്ങനെ ഞാൻ ഹെയർ കളർ ചെയ്തു കേട്ടോ. എൻ്റെ ഹെയർ കളറൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ആൾ മുകളിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് നാരങ്ങ നീരും പഞ്ചസാരയും കൂടി കലക്കി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. സോ ഞാൻ അതൊക്കെ കലക്കി വെച്ചു. ഇനി പോയി മെഹന്തി ഇടാം. ഏകദേശം 5 to 6 hours എടുക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം എത്ര നേരം എടുക്കുമെന്ന്. അപ്പോൾ നമുക്ക് മെഹന്തി ഇടാം കേട്ടോ. ഹെയർ കളർ നല്ല ഭംഗിയിട്ട് കൊള്ളാം, എല്ലാം കൊള്ളാം. അങ്ങനെ ആളൊരു 9:30 9:45 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ വരുന്നത്. ഞാൻ കുറച്ച് ഡിലേ ആയത്. ഞാനിവിടെ ജോലിയൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേ ആൾ വന്നപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇച്ചിരി ഡിലേ ആക്കി. അതിനുശേഷം ആൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് വന്നു കേട്ടോ. അപ്പോൾ ഇവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. വരുമെന്ന് പറഞ്ഞു, പക്ഷെ ഇന്ന് വരുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൽ ഒരാളുടെ ആൾക്ക് ഡൽഹിയിൽ പോകണം, മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ അതിന് മുന്നേ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടൈമുള്ള ഫ്രണ്ട്സാണ് ബ്ലെസ്സി, ശ്രീമയി, ഗൗരി. അപ്പോൾ ഞാൻ ഒരു 3 പേരും കൂടെയാണ് വന്നത്. അപ്പോൾ ഞാൻ എന്താ എക്സ്പ്രഷൻ ഇടുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആളുമാർ ഇങ്ങനെ എൻ്റെ ഹെയർ കളർ ചെയ്തതും അതുപോലെ തന്നെ എൻ്റെ എക്സ്പ്രഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ കിടന്ന് അലമ്പാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കാര്യം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ അവർ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. ഞങ്ങൾ മെഹന്തി ഇടുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പം മെഹന്തിയിൽ ഞാൻ എൻ്റെയും ഫിയാൻസയുടെയും പേര് സാഹു, പങ്കു, ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അപ്പം അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളിങ്ങനെ ഹെയറൊക്കെ എനിക്ക് ക്ലിപ്പ് ചെയ്ത് തരുമായിരുന്നു. ഈ ഹെയർ കളർ ചെയ്തെന്ന് പറഞ്ഞപ്പം ഏത് കളറാണ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അയച്ചത്. പിന്നെ അത് ക്ലിപ്പ് ചെയ്ത് ഒക്കെ ആൾ തന്നു. ആക്ച്വലി ഇവർ ചെറിയൊരു ബ്രൈഡ് ടു ബി പ്ലാൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ വന്നത്. എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇത്. എനിക്ക് ഇത്രയും നാൾ കിട്ടിയതിൻ്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് ബ്രൈഡ് ടു ബി ആയിരുന്നു. കാരണം ഒട്ടും ഞാൻ പ്രതീക്ഷയില്ല. ആക്ച്വലി അവർ ഈ സമയത്ത് വരുമെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പെട്ടെന്ന് കയറി വരികയും ചെയ്തു, ബ്രൈഡ് ടു ബി തരികയും ചെയ്തു. അങ്ങനെ എന്തായാലും നല്ലതായിരുന്നു. അങ്ങനെ ആളവിടെ ഇത് ആളുടെ പേരും അതുപോലെ ഇൻസ്റ്റാ ID ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഈ മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ എനിക്ക് ഇൻസ്റ്റ വഴി എൻ്റെ ഫ്രണ്ട് അവളാണ് എനിക്കിത് കാണിച്ചു തന്നത്. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തതാണ് ആളുടെ വീട് ഇവിടെ കൊല്ലത്ത് പെരുമ്പുഴിയിൽ തന്നെയാണ് ആളുടെ വീട്. ആൾ വീട്ടിൽ വന്നിട്ടു. പിന്നെ ഞാൻ നോർമൽ ഡിസൈനാണ് പറഞ്ഞത്. ഈ പോർട്രേറ്റിനൊക്കെ നല്ല റേറ്റാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ എനിക്ക് ഒരു മൈ ലൈനെയൊക്കെ വരച്ച് തന്നു. നല്ലതായിരുന്നു. എനിക്ക് താലം തന്നാൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ. താലത്തിന്റെ കൂടെ പലതും തരുള്ളൂ. ഇനി കുറച്ച് ഉപകാരം ചെയ്യോ. ഫസ്റ്റ് ഈ കണ്ണാടി ഒന്ന് എടുത്ത് മാറ്റണം. 2ാമത് വാരം ഒരു ക്ലിപ്പ് എടുത്തുള്ളത്. ഇനി മുടി ഒന്ന് വാരി കെട്ടണം. ബ്രൈറ്റ് പിന്നെ തരണം കേട്ടോ. അടുത്ത ബ്രൈറ്റ് വെക്കണം. കണ്ടോടി സ്നേഹം കണ്ട് പഠിക്കും. അടുത്ത് നീരിക്കുന്നുണ്ട പണ്ടി ചാമ്പി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കാര്യം പറഞ്ഞു. ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് പ്രത്യേകതയുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. കുറേ വർഷമായി. അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഞങ്ങൾ ട്യൂഷൻ ഫ്രണ്ട്സാണ്. ഞങ്ങൾ കൊല്ലം ടൈമിലാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പം ആക്ച്വലി ഞങ്ങൾക്ക് സാറ്റർഡേ സൺഡേസ് മാത്രമേ ക്ലാസ് ഉള്ളൂ. വേറെ ഒരു ദിവസവും ക്ലാസ് ഇല്ല. അപ്പം അത് എന്നും വരുമൊന്നും പോത്ത് പോലും ഇല്ല ട്യൂഷനൊന്നും. അപ്പം വല്ലപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. പക്ഷെ ഞങ്ങൾ നാലുപേരും ഭയങ്കര കമ്പനിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുകയും ചെയ്യും, കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ്. ഇവർ 3 പേരും ഒരേ ബസ്സിലായിരുന്നു പണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ബസ്സിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, അവിടെ തന്നെ വീട് വെച്ചാൽ മതിയായിരുന്നു, അപ്പോൾ എനിക്ക് അവരുടെ കൂടെ പോവാമല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ അപ്പം പെട്ടെന്ന് എനിക്ക് കേക്ക് കൊണ്ടുവന്നപ്പോൾ ശരിക്കും ഞാൻ സർപ്രൈസായി. എൻ്റെ ഫേസൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ പറ്റിയതുപോലെ തോന്നി. കാരണം ഒരു കയ്യിൽ ഓൾറെഡി ആൾ മെഹന്തി ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായിരുന്നു. അപ്പം
ആളിങ്ങനെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പെട്ടെന്ന് എവരും വന്നു, ബ്രൈഡ് ടു ബിയും പ്ലാൻ ചെയ്തു. എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് ടെൻഷൻ കയറി. അതാണ് എൻ്റെ ഫേസ് ഇങ്ങനെ അലമ്പായിട്ടിരിക്കണം. എന്നെ എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കും. ഞാൻ ലിപ്സ്റ്റിക്ക് പോലും ഇടാണ്ട് വെറുതെ കയറിയിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അവൾ ജസ്റ്റ് ചെറുതായിട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി തന്ന്, സ്പെക്സൊക്കെ വെച്ച് തന്ന്, കുറച്ച് ബോർഡൊക്കെ വെച്ച്, അങ്ങനെ ഞങ്ങൾ വേറെ ഒരു വെഡ്ഡിങ് സ്റ്റേജിൻ്റെ ഡെക്കറേഷനും കൂടെ ഞങ്ങളപ്പം നോക്കുമായിരുന്നു. അപ്പോൾ അവളുമാരോടെയും കൂടെ ഞാൻ സജഷൻസ് ചോദിച്ചായിരുന്നു. അതായത് നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒരെണ്ണം അയച്ചു കൊടുത്തു, അവരത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവരത് സെറ്റപ്പ് ആക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. സോ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇടയ്ക്കൂടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. കേക്ക് കട്ട് ചെയ്തിട്ട് അവർ പോയി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഇതാണ് കേട്ടോ എൻ്റെ മെഹന്തിയുടെ കുറച്ച് പിക്സ്. ആൾ ഇത് എടുത്തിട്ട് ഇത് കഴുകി കളയേണ്ടതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ജസ്റ്റ് ഇളക്കി പൊളിച്ച് കളഞ്ഞാൽ മാത്രം മതി എന്നാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിക്കും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. ചേച്ചിയുടെ നല്ല ഭംഗിയായിരുന്നു, അത് കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് എൽബോ വരെയും പിന്നെ ഫൂട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ സമയം എടുത്തോട്ടോ, ഒരു 4 to 5 hours എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോണ്ടാക്ട്സ് ഒക്കെ താഴെ കൊടുത്തേക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.